ചൈനയുടെ ശക്തമായ പിന്തുണയോടെ പാകിസ്ഥാൻ 16 മാസത്തിനുള്ളിൽ 6 ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചതായി റിപ്പോർട്ട്. ഇന്ത്യൻ ഭൂപ്രദേശങ്ങളും തന്ത്രപരമായ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കാനുള്ള നിർണായക നീക്കമാണ് പാകിസ്ഥാൻ നടത്തുന്നത് എന്നാണ് വിലയിരുത്തൽ. 2025 ജനുവരിക്കും 2026 ജൂണിനുമിടയിലുള്ള 16 മാസത്തിനുള്ളിലാണ് പാകിസ്ഥാൻ തങ്ങളുടെ ബഹിരാകാശ നിരീക്ഷണ ശേഷി ദ്രുതവേഗത്തിൽ വർദ്ധിപ്പിച്ചത്. ഈ ഉപഗ്രഹങ്ങൾ ജമ്മു കാശ്മീരിൽ ഉൾപ്പെടെയുള്ള വടക്കേ ഇന്ത്യൻ പ്രദേശങ്ങൾ നിരന്തരം നിരീക്ഷിക്കാൻ പാകത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. കാർഷിക മേഖലയ്ക്കും ദുരന്ത നിവാരണത്തിനുമായാണ് ഈ ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് പാകിസ്ഥാൻ ഔദ്യോഗികമായി വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഇതിൽ കൃത്രിമ ബുദ്ധി ഉപയോഗിച്ചുള്ള അത്യാധുനിക ഇമേജിംഗ് സാങ്കേതിക വിദ്യയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ സൈനിക നീക്കമായ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ കരാറിലെത്തി 1 വർഷം പിന്നിടുമ്പോഴാണ് അതിവേഗത്തിലുള്ള ഈ ഉപഗ്രഹ ശൃംഖല വിപുലീകരണം നടക്കുന്നത്. ഈ ഉപഗ്രഹങ്ങൾക്ക് സൈനിക ആവശ്യങ്ങൾക്കായുള്ള ഇന്റലിജൻസ് വിവരശേഖരണത്തിലും ചാരപ്രവർത്തനങ്ങളിലും നേരിട്ട് പങ്കുവഹിക്കാനുള്ള ശേഷിയുണ്ടെന്നും പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. പാകിസ്ഥാന്റെ ബഹിരാകാശ മേഖലയിലെ ഈ വളർച്ചയും ചൈനയുമായുള്ള വർദ്ധിച്ചുവരുന്ന സഹകരണവും ഇന്ത്യക്ക് വലിയ സുരക്ഷാ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. 16 മാസത്തിനിടെ വിക്ഷേപിച്ച ഭൂരിഭാഗം ഉപഗ്രഹങ്ങളും ചൈനീസ് റോക്കറ്റുകളിലാണ് ബഹിരാകാശത്തെത്തിച്ചിരിക്കുന്നത്. ചൈനയുടെ വലിയ തോതിലുള്ള ബാഹ്യസഹായമില്ലാതെ ഇത്രയും വേഗത്തിൽ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് വിന്യസിക്കുകയെന്നത് പാകിസ്ഥാൻ എളുപ്പമാകില്ലെന്നാണ് സുരക്ഷാ നിരീക്ഷകർ വിലയിരുത്തുന്നത്. സാധാരണ ഉപഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദക്ഷിണേഷ്യൻ മേഖലയ്ക്ക് മുകളിലൂടെ ദിവസത്തിൽ പലതവണ കടന്നുപോകാൻ സഹായിക്കുന്ന പ്രത്യേക ഭ്രമണപഥത്തിലാണ് ഇവ സ്ഥാപിച്ചിരിക്കുന്നത്. കൃഷി, ദുരന്ത നിവാരണ, വിഭവ നിരീക്ഷണം തുടങ്ങിയ സിവിലിയൻ ആവശ്യങ്ങൾക്കുള്ള പദ്ധതികളായാണ് പാകിസ്ഥാൻ ഈ ദൌത്യങ്ങളെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ആധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങൾക്ക് സൈനിക നിരീക്ഷണത്തിന് കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന ഇരട്ട ശേഷിയുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഹൈ റെസല്യൂഷൻ ഒപ്റ്റിക്കൽ ഇമേജിംഗ്, ഹൈപ്പർ സ്പെക്ട്രൽ സെൻസറുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടെയുള്ള ഇമേജ് പ്രോസസിംഗ് തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഈ ഉപഗ്രഹങ്ങളിൽ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അടിസ്ഥാന സൗകര്യങ്ങളിലെ മാറ്റങ്ങൾ, സൈനിക താവളങ്ങൾ, സൈനിക നീക്കങ്ങൾ, സമുദ്ര അതിർത്തിയിലെ പ്രവർത്തനങ്ങൾ എന്നിവ നിരീക്ഷിക്കാൻ ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കാം. സാധാരണ ഉപഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദക്ഷിണേഷ്യൻ മേഖലയ്ക്ക് മുകളിലൂടെ ദിവസത്തിൽ പലതവണ കടന്നുപോകാൻ സഹായിക്കുന്ന പ്രത്യേക ഭ്രമണപഥത്തിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. 2026 ഏപ്രിൽ വിക്ഷേപിച്ച ഉപഗ്രഹം ദക്ഷിണേഷ്യൻ മേഖലകളിൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലും കശ്മീരിലും നിരന്തരമായ നിരീക്ഷണം സാധ്യമാക്കുന്ന പ്രത്യേക ഭ്രമണപഥത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ചൈനയുടെ വലിയ തോതിലുള്ള ബാഹ്യസഹായമില്ലാതെ ഇത്രയും വേഗത്തിൽ ഉപഗ്രഹങ്ങൾ വിന്യസിക്കുക പാകിസ്ഥാൻ എളുപ്പമല്ലെന്നും സുരക്ഷാ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഉയർന്ന റെസല്യൂഷനുള്ള ചിത്രങ്ങൾ പകർത്താനും ഭൂമിയിലെ മാറ്റങ്ങൾ തിരിച്ചറിയാനും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വസ്തുക്കൾ കണ്ടെത്താനും തന്ത്രപ്രധാനമായ മേഖലകളിൽ നിരന്തരമായ നിരീക്ഷണം നടത്താനും ശേഷിയുള്ള ഉപഗ്രഹങ്ങൾ ഈ ശൃംഖലയിലുണ്ടെന്ന് ദി പ്രിന്റും റിപ്പോർട്ട് ചെയ്തു. 2025 ഒക്ടോബറിൽ വിക്ഷേപിച്ച പാകിസ്ഥാന്റെ ഹൈപ്പർ സ്പെക്ട്രൽ ഉപഗ്രഹമായ HS-1 വ്യത്യസ്ത വസ്തുക്കളെ തിരിച്ചറിയാനും പരമ്പരാഗത ഒപ്റ്റിക്കൽ സെൻസറുകളുടെ കണ്ണിൽപ്പെടാത്ത വസ്തുക്കളെ കണ്ടെത്താനും കഴിയും. അതേസമയം PRSE-EO-2, PRSE-EO-3 തുടങ്ങിയ പുതിയ ഉപഗ്രഹങ്ങളിൽ വിപുലമായ ഇമേജിംഗും AI സഹായത്തോടെയുള്ള ഡേറ്റ പ്രോസസിംഗ് ശേഷിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പുരോഗതിയിൽ ഭൂരിഭാഗം സാധ്യമാക്കിയത് ചൈനയാണ്. ഇതിൽ പല ഉപഗ്രഹങ്ങളും ചൈനീസ് റോക്കറ്റുകളിലാണ് വിക്ഷേപിച്ചത്. മറ്റുള്ളവ പാകിസ്ഥാൻ ചൈനീസ് സ്ഥാപനങ്ങളുടെ കൂട്ടായ്മയിലൂടെ വികസിപ്പിച്ചെടുത്തതുമാണ്. ഈ പങ്കാളിത്തം വിക്ഷേപണ സേവനങ്ങൾക്കപ്പുറം സാങ്കേതിക വിദ്യാ കൈമാറ്റം, ഉപഗ്രഹ രൂപകൽപ്പന, ഡേറ്റ പങ്കിടൽ കരാറുകൾ എന്നിവയിലേക്ക് നീളുന്നതായി വിദഗ്ധർ വിശ്വസിക്കുന്നു. 2026 ഏപ്രിൽ വിക്ഷേപിച്ച PRSE-E3 ഇതിൽ പ്രത്യേകിച്ചും ശ്രദ്ധേയമായ ഒന്നാണ്. US ആസ്ഥാനമായുള്ള ബഹിരാകാശ സാഹചര്യ വിശകലന സ്ഥാപനമായ കോംസ്പോക്ക് നടത്തിയ സ്വതന്ത്ര വിശകലനം സൂചിപ്പിക്കുന്നത് ഈ ഉപഗ്രഹം ആഗോള നിരീക്ഷണത്തിന് പകരമായി ദക്ഷിണേഷ്യൻ മേഖലയിൽ ആവർത്തിച്ചുള്ള നിരീക്ഷണങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഭ്രമണപഥത്തിലാണ് വിന്യസിച്ചിരിക്കുന്നത് എന്നാണ്. ഇത്തരമൊരു ഭ്രമണപഥം പാകിസ്ഥാനും ജമ്മുകശ്മീർ ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ പ്രദേശങ്ങൾക്ക് മുകളിലൂടെ കൂടുതൽ തവണ കടന്നുപോകാൻ ഉപഗ്രഹത്തെ സഹായിക്കുന്നു. ഇത് ഓരോ ദിവസവും ഒന്നിലധികം തവണ നിരീക്ഷണം നടത്താൻ സാധ്യതയൊരുക്കുന്നു. ഈ പുതിയ നിരീക്ഷണ സംവിധാനം പാകിസ്ഥാന് മേഖലയിൽ ഉടനീളമുള്ള സൈനിക വിന്യാസങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചറൽ വികസനം, തന്ത്രപരമായ പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ ചിത്രം നൽകുമെന്നും ബഹിരാകാശ പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ചൈനയുടെ സ്വന്തം അത്യാധുനിക ഭൗമ നിരീക്ഷണ ശൃംഖലകളായ യവോഗൻ, ഗവോഫൻ ഉപഗ്രഹ പരമ്പരകളുമായി ഇത് സംയോജിപ്പിക്കുന്നതോടെ ഇസ്ലാമാബാദിന്റെ രഹസ്യാന്വേഷണ വിവരശേഖരണ ശേഷി ഗണ്യമായി വർദ്ധിച്ചേക്കാമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.